ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേ മൈ ലൈഫ്. ഇന്ന് നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും നമ്മൾ ആദ്യം ഒരു കുട്ടി ആദ്യം മാത്സ് പഠിക്കുന്ന സമയത്താണെങ്കിലും ആദ്യം സംഖ്യകളെക്കുറിച്ചും അതിലുള്ള അടിസ്ഥാന ക്രിയകളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ഓപ്പറേഷൻസ് വരുന്ന സമയത്ത് ഒരു ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബേസ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മാത്സിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഈ ഒരു വീഡിയോ നല്ലവണ്ണം മനസ്സിലാക്കി മൊത്തമായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് 3-4 തവണ ചെയ്ത് പരിശീലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാത്സിൻ്റെ ഒരു ബേസ്, മാത്സ് വിഷമമാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ചാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുതൽ നമ്മൾ ഏതൊരു എക്സാം ആയാലും, ഇപ്പോൾ റെയിൽവേ എക്സാമാണ്, NTPCൻ്റെ എക്സാം ആണെങ്കിലും, LGS, LDC, പിന്നെ ബാക്കി നമ്മളെ സ്കൂൾ കുട്ടികളാണെങ്കിൽ കൂടി ഈ ഒരു സംഖ്യകളോ അടിസ്ഥാന ക്രിയകളോ എന്നൊരു ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് മാത്സിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മാത്സൊക്കെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഈ PSC എക്സാമിനൊക്കെ മാത്സൊക്കെ എന്ന് വെച്ചാൽ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികം ചോദിക്കുന്നത്. അപ്പോൾ അതിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വേറെ അവർ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസും ചാനലിൽ കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും ആദ്യം നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ, വർഗം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ 1 മുതൽ 10 വരെയുള്ള ക്യൂബ്, സംഖ്യകളുടെ ക്യൂബും എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ 1 സ്ക്വയർ നമുക്കറിയാം. 1 സ്ക്വയർ ഈക്വൽ ടു 1, 2 സ്ക്വയർ ഈക്വൽ ടു 4, 3 സ്ക്വയർ ഈക്വൽ ടു 9, 4 സ്ക്വയർ ഈക്വൽ ടു 16, 5 സ്ക്വയർ ഈക്വൽ ടു 25, 6 സ്ക്വയർ ഈക്വൽ ടു 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഇത്ര വരെ എന്തായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ 20 വരെ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. 11 സ്ക്വയർ 121, 12 സ്ക്വയർ 144, 13 സ്ക്വയർ 169, 14 സ്ക്വയർ 196, 15 സ്ക്വയർ 225, 16 സ്ക്വയർ 256, 17 സ്ക്വയർ 289, 18 സ്ക്വയർ 324, 19 സ്ക്വയർ 361, 20 സ്ക്വയർ 400 വരെ. അപ്പോൾ 20 വരെയുള്ള വർഗം പഠിക്കുക. എന്തായാലും സ്ക്വയേഴ്സ് എന്തായാലും പഠിക്കുക സംഖ്യകളുടെ. പിന്നെ ക്യൂബ് വരുന്നത് 1 ക്യൂബ് ഈക്വൽ ടു 1, 2 ക്യൂബ് ഈക്വൽ ടു 8, 3 ക്യൂബ് ഈക്വൽ ടു 27, 4 ക്യൂബ് ഈക്വൽ ടു 64, 5 ക്യൂബ് ഈക്വൽ ടു 125, 6 ക്യൂബ് ഈക്വൽ ടു 216, 7 ക്യൂബ് ഈക്വൽ ടു 343, 8 ക്യൂബ് ഈക്വൽ ടു 512, 9 ക്യൂബ് ഈക്വൽ ടു 729, 10 ക്യൂബ് ഈക്വൽ ടു 1000. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള സ്ക്വയറും 1 മുതൽ 10 വരെയുള്ള ക്യൂബും എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 15 വരെയുള്ള ക്യൂബ് എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളിനി എണ്ണൽ സംഖ്യകളുടെ ടൈപ്സ്, ഏതൊക്കെ തരത്തിലുള്ള സംഖ്യകളുണ്ടെന്ന് പഠിക്കാം. അപ്പോൾ ഇപ്പം മാത്സിലും പ്രസ്താവന ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമാണ്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ ഇന്നതാണ് എന്ന് തന്നിട്ട്
അഖണ്ഡസംഖ്യകൾ ഇന്നതാണ് എന്നും തരും. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ എണ്ണൽസംഖ്യ ഏതാണ്, ഏറ്റവും വലിയ ന്യൂനസംഖ്യ, ഏറ്റവും ചെറിയ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ സംഖ്യകളുടെ ടൈപ്സ് പഠിക്കുന്നത്. ആദ്യം പറയുന്നത് എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളെ നമ്മൾ നിസർഗ സംഖ്യകൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്നറിയപ്പെടുന്നു. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എങ്ങനെയാണ്? 1 2 3 4 1 2 3 4 അങ്ങനെ 1 2 3 4 അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഏതാണ്? എണ്ണൽ സംഖ്യകളാണ്. സാധാരണ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ 1 2 3 4 അങ്ങനെയല്ലേ എണ്ണി തുടങ്ങുന്നത് നമ്മൾ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ വരിക? 1 മുതലല്ലേ നമ്മൾ എണ്ണാൻ തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1. അടുത്ത് വരുന്നത് അഖണ്ഡസംഖ്യകൾ. അഖണ്ഡസംഖ്യകൾ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് അല്ലേ അഖണ്ഡസംഖ്യകൾ എന്ന് വെച്ചാൽ 0 കൂടി ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളാണ് അഖണ്ഡസംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ കൂടെ മുന്നിൽ എന്ത് വരും? ഒരു 0 കൂടി ഒരു 0 കൂടി വരും. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ ഏതായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ്. പൂർണ്ണസംഖ്യകളെ ഇൻറ്റിജേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ 0 കൂടി ഉൾപ്പെടുന്ന സംഖ്യകളാണ് പൂർണ്ണസംഖ്യകൾ. അപ്പം പോസിറ്റീവും നെഗറ്റീവും സംഖ്യ വരും. അപ്പോൾ അതിൻ്റെ നടുക്ക് എന്ത് വരും? 0 കൂടി ഉൾപ്പെടും. അപ്പം മിഡിൽ പോയിൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ഉൾപ്പെടുന്ന സംഖ്യകളാണ് പൂർണ്ണസംഖ്യകൾ. അപ്പോൾ 0 ആയിരിക്കും മിഡിൽ പോയിൻ്റ്, 0 കൂടി ഉൾപ്പെടും. ഏറ്റവും വലിയ ന്യൂനസംഖ്യ ഏതാണ്? ഏറ്റവും വലിയ ന്യൂനസംഖ്യ -1. ഏറ്റവും വലിയ ന്യൂനസംഖ്യ വരുന്നത് -1, -1. അപ്പോൾ നമ്മൾ പറഞ്ഞത് സംഖ്യകളെക്കുറിച്ച് പറഞ്ഞതിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1 2 3 4 വരും. അഖണ്ഡസംഖ്യകൾ എന്ന് പറയുമ്പോൾ 0 1 2 3 4 അങ്ങനെ വരും. അപ്പോൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സംഖ്യ, പിന്നെ 0, പോസിറ്റീവ് സംഖ്യ -3 -2 -1 0 1 2 3 4 അങ്ങനെ വരും. അപ്പോൾ ഏറ്റവും വലിയ ന്യൂനസംഖ്യ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം നമ്മൾ സംഖ്യകളെക്കുറിച്ച് ടൈപ്സ് കുറച്ച് പറഞ്ഞു. ഇനി നമ്മൾ ബോഡ് മാസ് റൂൾ എന്ന് വെച്ചാൽ എന്താണ്? ബോഡ് മാസ് റൂൾ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ക്രിയ ഗുണനം, ഹരണം, അഡിഷൻ, സബ്ട്രാക്ഷൻ, സങ്കലനം, വ്യവകലനം എന്തൊക്കെ എല്ലാം തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നേക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണം? അപ്പോൾ ആദ്യം ഹരിക്കണമാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗുണിക്കുവാണോ വേണ്ടത്, ആദ്യം കൂട്ടുവാണോ വേണ്ടത് എന്നൊക്കെ ചെയ്യാൻ ഏതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു റൂളാണ് ഈ ബോഡ് മാസ് റൂള് എന്ന് പ്രകാരം പറയുന്നത്. ബോഡ് മാസ് റൂള് എന്ന് വെച്ചാൽ അപ്പോൾ ആ പേരിലുള്ള പോലെ തന്നെ ബോഡ് മാസ് BODMAS. അപ്പോൾ ബി വരുന്നത് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓപ്പറേഷൻ ആദ്യം ചെയ്യണം. പിന്നെ ഓഫ് വരുന്നത്, പിന്നെ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഓഫ് വരുന്നത് ആദ്യം ചെയ്യണം. പിന്നെ അതിനുശേഷം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ റൂള്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബ്രാക്കറ്റിലുള്ളത്, പിന്നെ ഓഫ് വരുന്നത്, പിന്നെ ഡിവിഷൻ വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, എഡിഷൻ വരുന്നത്, സബ്ട്രാക്ഷൻ വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എക്സാമിന് വളരെ ഈസി ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2/5 ഹരിക്കണം 5 + 3. 2/5 ഹരിക്കണം 5 + 3 എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ബോഡ് മാസ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ബോഡ് മാസ് എന്ന് ചെറുങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നുണ്ടോയെന്ന് നോക്കാം. ബി ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഓഫ് ഉണ്ട്. അപ്പോൾ ഓഫിൽ വരുന്നത് ആദ്യം ചെയ്യാം.
2 ഓഫ് 5 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 വരിക. 2 ഗുണനം 5 ആണ് 2 ഓഫ് എന്നുള്ള ചിഹ്നം വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. 2 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 2 ഗുണനം 5. പിന്നെ അത് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ഏതാ ഉള്ളത്? അപ്പോൾ 2 ഓഫ് 5 അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ഇൻറ്റു 5 10 കിട്ടും. അപ്പോൾ 10 എഴുതി ഹരിക്കണം 5 പ്ലസ് 3. അപ്പോൾ ഈ ഒരു 10 ഹരിക്കണം 5 പ്ലസ് 3 എന്നുള്ളതിൽ ഏതാണ് പിന്നെ വരുന്നത്? ഓഫ് കഴിഞ്ഞു പിന്നെ ഡിവിഷനാണ് വരുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണത്തിൽ 10 ഡിവൈഡഡ് ബൈ 5 എന്നാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുക ആദ്യം. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5 വരുമ്പോൾ അത് കിട്ടും 2 എന്ന് കിട്ടും. അതും 2 ബാക്കിയുള്ളത് അങ്ങനെ എഴുതുക. 2 പ്ലസ് 3 അപ്പോൾ 5 എന്ന് വരും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ 5 ആൻസർ വരും. അപ്പോൾ 2 ഓഫ് 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3 എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ഓഫ് വെച്ചിട്ടുള്ളത് ആദ്യം ചെയ്യാം. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണനത്തിന് തന്നെയാണ് ഓഫ് എന്ന് പറയുന്നത്. 2 ഇൻറ്റു 5 അത് ചെയ്യുക. അപ്പോൾ 10 കിട്ടും. ബാക്കിയുള്ളത് അങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുക, ബാക്കിയുള്ളത് അങ്ങനെ എഴുതുക. പിന്നെ അടുത്ത ഓപ്പറേഷൻ ചെയ്യുക, ബാക്കിയുള്ള അങ്ങനെ ചെയ്തു പോയാലും മതി. വേഗത്തിൽ ചെയ്ത് ശീലിച്ചാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 2 ഇൻറ്റു 5 10 കിട്ടി. 10 ഡിവൈഡഡ് ബൈ 5 2 വന്നു. 2 പ്ലസ് 3 = 5 വന്നു. ഇനി അടുത്ത വരുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 18 - 6 അതിൻ്റെ ഉള്ളിൽ സിമ്പിൾ ബ്രാക്കറ്റിൽ വരുന്നത് 18 - 6 ഡിവൈഡഡ് ബൈ 4 അത് ഫുള്ള് ഒരു ബ്രാക്കറ്റ് പ്ലസ് പിന്നെ അടുത്തൊരു ബ്രാക്കറ്റിൽ വരുന്നത് 72 - 12 ഡിവൈഡഡ് ബൈ 3 ഓഫ് 2 എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലുള്ള ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റിലുള്ളത് എല്ലാം ആദ്യം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് 18 - 6 അത് വേറൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ആ ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കാം. അപ്പോൾ 18 - 6 എന്ന് പറയുമ്പോൾ 12. ബ്രാക്കറ്റുകളൊക്കെ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്തു പോവാം. അപ്പോൾ 18 - 6 വരും. അപ്പോൾ 12 വരും. 12 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ അവിടെ 3 വരും. അപ്പോൾ ഇപ്പുറത്തെ ബ്രാക്കറ്റിൽ വരുമ്പോൾ അവിടെ 3 ഓഫ് 2 ഉണ്ട്. 3 ഓഫ് 2 അതാണ് ഓഫാണ് പിന്നെ വരുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഓഫ് വരുമ്പോൾ 3 ഓഫ് 2 വരുമ്പോൾ 3 ഇൻറ്റു 2 6 വരും. പിന്നെ 6 വന്നു. പിന്നെ 12 ഡിവൈഡഡ് ബൈ ആണ്. 12 ഡിവൈഡഡ് ബൈ 6 വന്നു. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 6 പറയുമ്പോൾ 2 വന്നു. പിന്നെ 72 ഈ 2 മൈനസ് ചെയ്യുക. അപ്പോൾ 70 വന്നു. അപ്പോൾ 3യും ഇപ്പുറത്തെ ബ്രാക്കറ്റിൽ നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ 3യും ഇപ്പുറത്തെ 70യും കൂടി ചേർന്നാൽ 73 ആവും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 12 പ്ലസ് 6 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 മൈനസ് 16 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡിവൈഡഡ് ബൈ കുറേ ഉണ്ട്. അപ്പോൾ അതാദ്യം ചെയ്യാം. 27 ഡിവൈഡഡ് ബൈ 3 വരുമ്പോൾ അത് 9 വരും. അപ്പോൾ ഇപ്പുറം 16 ഡിവൈഡഡ് ബൈ 8 വരുമ്പോൾ അത് 16 ഡിവൈഡഡ് ബൈ 8 വരുമ്പോൾ അവിടെ എന്ത് വരും? 2 വരും. പിന്നെ 2 ഇൻറ്റു 2 4 അല്ല, ഇപ്പുറം 6 ഇൻറ്റു 9 വന്നു. 6 ഇൻറ്റു 9 വന്നപ്പോൾ അവിടെ 6 ഇൻറ്റു 9 54 വന്നു. ഇപ്പുറം 16 ഡിവൈഡഡ് ബൈ 8 വന്നു. അവിടെയും 2 വന്നു. 2 ഇൻറ്റു 2 4 വന്നു. അപ്പോൾ ടോട്ടൽ 12 പ്ലസ് 54 പ്ലസ് 2 മൈനസ് 4 വന്നു. അങ്ങനെ അത് 64 ആയി. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
അടുത്ത വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് എണ്ണസംഖ്യകളുടെ തുക. ആദ്യത്തെ എണ്ണസംഖ്യകളുടെ തുക, ആദ്യ ഇരട്ട സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക, പിന്നെ 1 മുതൽ 20 വരെ എത്ര ഇരട്ട സംഖ്യകൾ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. പിന്നെ ഒറ്റ സംഖ്യകളുടെ തുകയൊക്കെ കാണാനുള്ള എളുപ്പമാർഗം, പിന്നെ ഹരണ നിയമങ്ങൾ അതൊക്കെയാണ് ഇതിന്. ഹരണ നിയമങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പ്രൈം നമ്പേഴ്സ്, ഇത്ര വരെ 1 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പേഴ്സ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്ത വീഡിയോസിൽ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിനുള്ള അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ.